എല്ലാവർക്കും ലേൺ വിത്ത് റീന മിസ് എന്ന ചാനലിലേക്ക് റീന മിസ്സിൻ്റെ നമസ്കാരം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഇന്ന് 8th മാത്സ് ആണ്, ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ മാത്സിൻ്റെ. 8th കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് കണ്ടാൽ അറിയാം, എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പലരും സംശയം ചോദിക്കുന്നുണ്ട്. നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക. നമുക്ക് നല്ല ഉഷാറായിട്ട് പഠിച്ച് നല്ല കുട്ടികളാണോ 10ലൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ നല്ല അടിപൊളി കുട്ടികളായിട്ട് മാറണം. അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ. നമ്മളിന്ന് ഫസ്റ്റ് ഈക്വൽ ട്രയാങ്കിൾസ് എന്നിട്ടുള്ള ചാപ്റ്റർ. എല്ലാവരും എന്നോട് മാത്സ് എടുക്കണേ മിസ്സേയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ മാത്സ്, ഫിസിക്സും കെമിസ്ട്രിയും ഫുള്ളായിട്ട് പഠിപ്പിച്ചിരിക്കും, ഒന്നും ടെൻഷൻ വേണ്ട. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ടെക്സ്റ്റ് വായിച്ചൊന്നുമല്ല കേട്ടോ പഠിപ്പിക്കുക, മാത്സ് അല്ലേ, നമുക്ക് ടെക്സ്റ്റ് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കൂ, ഇത് നിങ്ങളുടെ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, ട്രൈ ആംഗിൾ. അതായത് 3 ആംഗിളുള്ള ഫിഗർ നമ്മൾ പറയുന്ന പേരാണെന്ത്, ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സും ഉണ്ട്, 3 സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ് അല്ലേ. ട്രയാങ്കിൾസ് ഡിഫറെൻറ്റ് ടൈപ്പ് ട്രയാങ്കിൾസിന് നിങ്ങൾക്ക് അറിയാം, അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ 3 മെഷർമെൻറ്റ് തന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ട്രയാങ്കിൾസ് വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പല രീതിയിൽ വരയ്ക്കാം. അത് ഇങ്ങനെ വരച്ചിരിക്കുന്നു, അതിൻ്റെ താഴെ വേറെ രീതിയിൽ വരച്ചിരിക്കുന്നു അല്ലേ. 2 തരത്തിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കൂ, വി ക്യാൻ ഡ്രോ വിത്ത് 5 സെൻറ്റിമീറ്റർ സൈഡ് ആസ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 സെൻറ്റിമീറ്റർ ബേസിൽ വരയ്ക്കാം ട്രയാങ്കിൾ, 4 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് വരയ്ക്കാം, 7 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് വരയ്ക്കാം, ഏത് രീതിയിലും വരയ്ക്കാം. ഇവിടെ 5 സെൻറ്റിമീറ്റർ ബേസിലും വരച്ചിട്ടുണ്ട്, 7 സെൻറ്റിമീറ്റർ ബേസിലും വരച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ 7, 5, 4 ആണ്, ഇവിടെ 7, 4, 5 ആണ്. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇത് മറ്റൊരു ട്രയാങ്കിൾ. ഞാനതിന് ജസ്റ്റ് ഇവിടെ ഒരു 2 പേര് കൊടുത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കൂ, ABC എന്ന് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിളും ABC ഒന്ന് PQR രണ്ടും ഒരേപോലെ. ഞാൻ വരച്ച് പറ്റിയിട്ട് വലിപ്പം കൂടിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് സോറി. ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. AB 3 ആണ് അല്ലേ, ഇത് 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇവിടെ PR എത്രയാണ്, 3. ഓക്കെ. BC എന്ന് പറയുന്നത് 6 ആണ്, ഇത് 6 ആണ്. നോക്കൂ, ഇവിടെ 6, PQ 6 ആണ്. ഓക്കെ. ദെൻ AC 5 ആണ്, AC എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ QR അല്ലെങ്കിൽ RQ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, AB is equal to എന്തെഴുതാം, AB 3 അല്ലേ. ഇവിടെ ഏതാണ്, AB is equal to PR. ഏതാ 2 ട്രയാങ്കിൾസ്, ഇത് ട്രയാങ്കിൾ ABC ആണ്, ഇത് ട്രയാങ്കിൾ ABC ആണ്, ഇത് ട്രയാങ്കിൾ PQR ആണ് കേട്ടോ. അത് PQR ആണ്, ഇത് ABC ആണ്. അപ്പോൾ AB is equal to PR, രണ്ടും AB is equal to PR, രണ്ടും എത്ര തന്നെയാണ്, 3 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ. അടുത്ത് നോക്കൂ, BC is equal to PQ. BC is equal to PQ is equal to, രണ്ടും എത്രയാണ്, ഇത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഞാൻ എഴുതുകയാണ്, 6 സെൻറ്റിമീറ്റർ. ഇതിന് അടുത്ത് നോക്കൂ, AC എത്രയാണ്, AC is equal to QR or RQ അല്ലേ, RQ is equal to 5 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ, ഇഫ് 3 sides of a triangle is equal to 3 sides of the corresponding 3 sides of another triangle, then their angles must be equal. അങ്ങനെയാണെങ്കിൽ അവയുടെ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കൂ, ഈ AB എന്ന് പറയുന്നത് 3 അല്ലേ, ഈ 3 എന്ന സൈഡിനും 5 എന്ന സൈഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ A അല്ലേ. ഇത് 3ക്കും 5നും ഇടയ്ക്കാണ് ആംഗിൾ A ഉള്ളത്. ആംഗിൾ A ഏതിനൊക്കെ ഇടയ്ക്കാണ്, ABക്കും, ആംഗിൾ A എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആംഗിൾ CAB എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും, CAB ഇതാണ് ആംഗിൾ. മനസ്സിലായോ?
3ക്കും 5നും ഇടയ്ക്കാണ്. ഇവിടെ 3ക്കും 5നും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ അല്ലേ ആർ എന്ന് പറയുന്ന ആംഗിൾ. അതിന് നമുക്ക് എന്ത് പറയാം? PRQ എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ CABയും ആംഗിൾ PRQവും ഈക്വൽ ആയിരിക്കും. എത്രയെന്ന് നമുക്കറിയില്ല, പക്ഷെ അത് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കൂ, ഈ ട്രയാങ്കിളിൽ നമ്മൾ എന്താ പറയുക? ഈ ആംഗിളിൻ്റെ പേരെന്ത് പറയാം? ABC എന്ന് പറയാം അല്ലേ? ABC എന്നാണ് പറയുന്നത്. നടുക്ക് വെച്ചിട്ടാണ് പറയുന്നത് ABC. അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ABC 3ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കുള്ളതാണ്. അതായത് 3ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ഇവിടെ P എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എങ്ങനെ പറയാം? RPQ എന്ന് പറയാം. ആംഗിൾ RPQ. മനസ്സിലായോ? ഇനി തേർഡ് നോക്കൂ, ഇത് ആംഗിൾ C. അത് ആംഗിൾ ഇവിടുത്തെ Q അല്ലേ? ഇത് നമ്മൾ എങ്ങനെയാണ് ആംഗിൾ C എഴുതാം? ACB. ആംഗിൾ ACB ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ ആംഗിൾ നമ്മൾ എന്താ പറയുക? PQR എന്നാണ് പറയുക. മനസ്സിലായോ? ആംഗിൾ PQR ഇത് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞത്, ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും, അതായത് 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആയാൽ അവയ്ക്കിടയ്ക്കുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഈ 2 ട്രയാങ്കിളുകളും. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന തിയറി. നിങ്ങളുടെ 8th സ്റ്റാൻഡേർഡ് നോക്കും. If the sides of a triangle are equal to the sides of another triangle, then the angles of the triangles are also equal. ഇനി ആരെങ്കിലും ഇത് മറക്കുമോ? മറക്കില്ലല്ലോ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കൂ, ഇവിടെ ആംഗിൾ ABC ആൻഡ് PQR ഉണ്ട് ഇവിടെ അല്ലേ? ആംഗിൾ A എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിൾ A ഇവിടെ എന്തിനോടാണ് ഈക്വൽ ആവുക? 5ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ് ആംഗിൾ A. അപ്പോൾ 5ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ R അല്ലേ? അപ്പോൾ ആംഗിൾ A is equal to ആംഗിൾ R. അങ്ങനെയാണെങ്കിൽ ആംഗിൾ C എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ C നോക്കൂ, C എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെയാണ് 5നും 6നും ഇടയ്ക്ക്. അപ്പോൾ 5നും 6നും ഇടയ്ക്കുള്ള ആംഗിൾ ഇവിടെ ഏതാണ്? Q. ഇറ്റ്സ് ഈക്വൽ ടു ആംഗിൾ Q. അടുത്ത നോക്കൂ, ആംഗിൾ B. ഇതാണ് B. 3ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് B. അപ്പോൾ 3ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കുള്ള ഏതാണ്? ആംഗിൾ P. അപ്പോൾ ആംഗിൾ B is equal to ആംഗിൾ P. മനസ്സിലായോ? വളരെ എളുപ്പം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ എന്താ തിയറി നിങ്ങൾക്ക് പറയാം. എന്ത് തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തെന്നറിയോ? If the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides of these triangles are equal. എന്താ പറഞ്ഞിരിക്കണേ? നോക്കൂ, ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആണ്. ഇപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, ABC. മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, XYZ. ഓക്കെ. അപ്പം ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3, 5 ഒരു 7 അല്ല, നേരത്തെ നമ്മൾ അങ്ങനെയല്ലേ എഴുതിയത്? 3, 5, 7. അപ്പോൾ 3, 7, 5 എന്ന് വിചാരിച്ചോളൂ. ഇത് കണ്ട ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷേ ഇതാണ് മെഷർമെൻറ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? If the sides of a triangle are equal to sides of another triangle, ഈക്വൽ അല്ലേ? ഇത് 5 ആണ്, ഇത് 5 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 7 ആണ്, ഇത് 7 ആണ്. ഈക്വൽ അല്ലേ? 3 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, if the sides of a triangle are equal to sides of another triangle, then the angles നോക്കൂ, ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അതായത് ഈക്വൽ സൈഡ്സ് ഇവിടെ ഏതൊക്കെയാണ്? ഇവിടെ AC എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ സൈഡ് ഏതാണ്? 7 ഉള്ള സൈഡ് ഏതാണ്? YZ അല്ലേ? YZ. ACയും YZും ആണ് ഈക്വൽ. ACയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ B അല്ലേ? ഇവിടെ YZന് ഓപ്പോസിറ്റ് ആയ ആംഗിൾ ഏതാണ്? ആംഗിൾ X. അങ്ങനെയാണെങ്കിൽ
ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നോക്കൂ, ഈ 3 എന്ന സൈഡ് അതിന് ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ് അല്ലേ? ആംഗിൾ സി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ഏതിനോടായിരിക്കും ഈക്വല്? എ ബി എന്ന സൈഡിനോട് ഈക്വൽ ഏതാണ്? എ ബിക്ക് ഈക്വൽ ഏതാണ്? ഈ 3. ഇവിടെ ഏതാണ്? എക്സ് സെഡ് അല്ലേ? എക്സ് സെഡ്. എ ബി ഈക്വൽ ടു എക്സ് സെഡ്. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഇവിടെ ഏതായിരിക്കും? ഈ 3ക്ക് ഓപ്പോസിറ്റ് വന്നാണ് സി. ഇപ്പം ഇവിടെ 3ക്ക് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ വൈ. ആംഗിൾ വൈ. ഇനി അടുത്ത് നോക്കൂ, ഇപ്പം നമ്മൾ എ സി പറഞ്ഞു, എ ബി പറഞ്ഞു, എ സി പറഞ്ഞു, എ ബി പറഞ്ഞു, ബി സി ആണ് പറയാനുള്ളത് അല്ലേ? ബി സി 5 ആണ്. ബി സി 5. ഇവിടെ ഏതാണ്? എക്സ് വൈ ഓർ വൈ എക്സ്. എക്സ് വൈ 5 ആണ്. ബി സിക്ക് ഓപ്പോസിറ്റ് ആയ ആംഗിൾ ഏതാണ്? ആംഗിൾ എ അല്ലേ? ആംഗിൾ എ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ഇവിടെ ഏതാണ്? എക്സ് വൈക്ക് ഓപ്പോസിറ്റ് ആംഗിൾ സെഡ് ആണ് അല്ലേ? ആംഗിൾ സെഡ്. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനും ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിൾസ് ഈക്വൽ ആവുമെന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. രണ്ടാമത്തേൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ തിയറി നമ്മൾ പഠിക്കൂ. എങ്ങനെ നമ്മൾ പഠിക്കുക? ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, then the angles opposite to the equal sides of these triangles are equal. മനസ്സിലായില്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനോട് ഈക്വൽ ആയാൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾക്ക് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഫിഗർ കൊടുത്തിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സൈഡ്സ് ഓഫ് എ സി ആൻഡ് ബി സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ബി ഡി. ഇപ്പം ഇവിടെ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെ എ ബി ഡി എന്ന് പറഞ്ഞ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ എ സിയും ബി സിയും എ ബി സിയുടെ എ സി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്നതും എ ബി ഡിയുടെ ഇപ്പോൾ ഇവിടെ 5 ആണ്, അപ്പോൾ ഇവിടെയും 5 ആണ്. ഇത് 4 ആണ്, ഇത് 4 ആണ്. 2 സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ മതി. കാരണം മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് 2 ട്രയാങ്കിളിലും കോമൺ ആണ്. അപ്പോൾ അത് ഈക്വൽ ആവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലേ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ആവും ഇവിടെ ഈക്വല്? 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾ ഇതാണ്. പക്ഷെ ഇതിന് ബി നിങ്ങൾ പറയാൻ പാടില്ല. കാരണം ഈ ബി എന്ന് പറയുന്നത് മൊത്തമായിട്ട് വരും. പക്ഷെ അതിന് നടുക്ക് കൂടെ ഒരു ലൈൻ പോയിട്ടുണ്ട് കണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബി എന്ന് പറയാൻ പാടില്ല. ബി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് വരും. ഈ ട്രയാങ്കിൾ മുഴുവൻ കിട്ടുമോ? ഇത് രണ്ടിനും മുഴുവൻ കിട്ടില്ല. അപ്പോൾ ബി എന്ന് പറയരുത്. ഇവിടെ എ എന്നും പറയാൻ പാടില്ല. ഇവിടെ വേണമെങ്കിൽ സി എന്നും ഡി എന്നും പറയാം കേട്ടോ. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ? എ ബി സി അല്ല, ഈ എ ബി സി എന്ന് പറയുന്ന ഈ ആംഗിൾ ഏതിനോടായിരിക്കും ഈക്വൽ? 5ൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 5ൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ? അപ്പോൾ ആംഗിൾ എ ബി സി is equal to ഇവിടെ സി എ ബി എന്നാണ് പറയുന്നത്. സി എ ബി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി അല്ലേ? ഇത് രണ്ടും ഈക്വലാണ്. ഇനി വേറെ ഏതാ ഈക്വല്? 4ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. ഇവിടെ 2 വരെ ഇടാം കേട്ടോ. 2 വരെ ഇടാം, മനസ്സിലാക്കാൻ വേണ്ടി 2 വരെ ഇടാം. 4ന് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? സി എ ബി. ഇതല്ലേ? ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ 4ന് ഓപ്പോസിറ്റായ ആംഗിൾ ഇതാണ്. മനസ്സിലായോ? ഇതാണ് വരിക. 4ന് ഓപ്പോസിറ്റായി ഇതാണ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ പറയാം, ഒന്നുകിൽ എ ബി ഡി എന്ന് പറയാം, അല്ലെങ്കിൽ ഡി ബി എ എന്ന് പറയാം. അപ്പം ഇവിടെ സി എ ബിയും എ ബി ഡിയും ഈക്വലാണ്. അപ്പം മിസ് ഇതിൽ എഴുതാം കേട്ടോ. വേറൊരു പേപ്പറിലോട്ട് എഴുതിയിട്ട് കാണിക്കാം നിങ്ങളെ. നോക്കൂ ഏതൊക്കെയാണെന്ന് നോക്കിയാട്ടെ നമുക്ക് പറയാം. ഏതൊക്കെയാണെന്ന് നോക്കൂ. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് നോക്കൂ. സി എ ബി അല്ലേ? സി എ ബി ആംഗിൾ സി എ ബി. ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു സി എ ബി എന്ന് പറഞ്ഞാൽ 4ന് ഓപ്പോസിറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4ന് ഓപ്പോസിറ്റ് ആയത് ഇതല്ലേ? എ ബി ഡി.
അപ്പോൾ ആംഗിൾ എ ബി ഡി രണ്ടും ഈക്വലാണ്. ഇനി അടുത്ത് നോക്കൂ, 5-ന് ഓപ്പോസിറ്റായ ആംഗിൾ ഇതാണ്. 5-ന് ഓപ്പോസിറ്റായ ആംഗിൾ ഇവിടെ 5-ന് ഓപ്പോസിറ്റായ ആംഗിൾ ഇതാണ് കേട്ടോ. ഇതാണ് 5-ന് ഓപ്പോസിറ്റായ ആംഗിൾ. അപ്പോൾ ഏതൊക്കെയാണ്? ആംഗിൾ ഡി എ ബി, ആംഗിൾ ഡി എ ബി is equal to angle ABC, angle ABC. ഇനി അടുത്തത് 6-ന് ഓപ്പോസിറ്റായ ആംഗിൾ. ഇവിടെ 6-ന് ഓപ്പോസിറ്റായ ആംഗിൾ ആംഗിൾ സി ആണ്. നമുക്ക് ഒന്നുകിൽ സി എന്ന് പറയാം, കുഴപ്പമില്ല. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഇവിടെ 6-ന് ഓപ്പോസിറ്റ് ആയത് ആംഗിൾ ഡി ആണ്. ഇവിടെ വേറെ ആംഗിൾസ് ഒന്നുമില്ല, ഒറ്റൊന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറയാം. മനസ്സിലായോ? അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്നുമില്ല, സിമ്പിളാണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾസ് അല്ല. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആദ്യം എഴുതിയ സി എ ബി എന്ന് പറഞ്ഞാൽ 4 എന്ന സൈഡിന് ഈക്വൽ ആയിട്ടുള്ളതാണ്. രണ്ടാമത് എഴുതിയിട്ടുള്ള ഡി എ ബി എന്ന് പറയുന്നത് 5 എന്ന സൈഡിന് ഓപ്പോസിറ്റാണ്. ലാസ്റ്റ് എഴുതിയിട്ടുള്ള ആംഗിൾ സി അല്ലെങ്കിൽ എ സി ബി എന്ന് പറയാം. ഇത് ഏതിന് ഈക്വൽ ഓപ്പോസിറ്റാണ്? 6 എന്ന സൈഡിന് ഓപ്പോസിറ്റാണ്. അതാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് അവിടെ കേട്ടോ. അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ആംഗിൾ സി എ ബിയും ആംഗിൾ ഡി ബി എയും എന്ത് ആംഗിൾസ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏതാണ് ആംഗിൾ സി എ ബി എന്ന് പറയുന്നതും ആംഗിൾ ഡി ആംഗിൾ സി എ ബി. ഇവിടെ നോക്കൂ, ആംഗിൾ സി എ ബി ഏതാണ്? സി എ ബി അല്ലേ? ഈ ആംഗിൾ ഇതൊരു ആംഗിൾ ഡി ബി എ, ആംഗിൾ ഡി ബി എ എന്ന് ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയെന്ന് വിചാരിച്ചോളൂ. ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഞാൻ ഇതിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനെയും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ട് എക്സ്റ്റെൻഡഡ് ലൈൻസ്, ഇതല്ലേ രണ്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു ലൈൻ കട്ട് ചെയ്യല്ലേ? നോക്കൂ, ഈ രണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിനെ ഇവിടെ ഒരു ലൈൻ കട്ട് ചെയ്യല്ലേ? അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. ഈ ആംഗിൾസിനാണ് നമ്മൾ എന്ത് പറയാം? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയാം. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസ് നമ്മൾ ഈ ലൈൻ, ഈ ആംഗിളും ഈ ആംഗിളും നമ്മൾ എന്താ പറയുക? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാ പറയാം. അതുപോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. അതിനെ നമ്മൾ എന്താ പറയുക? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് പറയാം. അതുപോലെയല്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? കണ്ടോ? ഇതിനെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് നമ്മൾ പറയാം. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. ഇതിനെ ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി അല്ലേ? ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്നാണ് അർത്ഥം അല്ലേ? ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫിഗറിൻ്റെ ഈ രണ്ട് സൈഡ്സും എന്താണ്? പാരലൽ ആണ്. അതേപോലെ നമുക്ക് ഈ സൈഡ്സിനെയും പറയാം അല്ലേ? ഇതും എന്താണ്? ഇതും ആംഗിൾ ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതും എന്താണ്? പാരലൽ ആണ്. അപ്പോൾ ഈ ലൈനും പാരലൽ ആണ്, ഈ ലൈൻസ് രണ്ടും പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ നെവർ മീറ്റ്, ഒരിക്കലും മീറ്റ് ചെയ്യാണ്ട് അങ്ങനെ നീണ്ടുകൊണ്ട് പോകും, കൂട്ടിമുട്ടില്ല. അങ്ങനത്തെ ലൈൻസിനാണ് പാരലൽ ലൈൻസ് എന്ന് പറയാം. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ഈ ഫിഗർ, അതായത് എ സി ബി ഡി എന്ന ഫിഗറിന് നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എ പാരലലോഗ്രാം എന്ന് പറയാം. മനസ്സിലായി? അതായത് ബി സി എന്ന സൈഡും എ ഡി എന്ന സൈഡും പാരലലാണ്. എ സി എന്ന സൈഡും ബി ഡി എന്ന സൈഡും പാരലലാണ്. ഈ രണ്ട് പെയർ സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് പറയാം? ഒരു പാരലലോഗ്രാം എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു ടെസ്റ്റായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താണ് കേട്ടോ. മിസ് അടുത്ത ക്ലാസ്സിൽ നാളെ തന്നെ വരാം.